എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിലെ ആദ്യ ദിനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. 4 മാറ്റങ്ങളുമായി ഇറങ്ങിയ ഇന്ത്യക്ക് ഇന്ന് ആദ്യം മുതൽ പിഴക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാജ്കോട്ടിൽ ഇന്ന് രോഹിത്തും ജയ്സ്വാളുമായിരുന്നു ഓപ്പണിംഗിൽ ഇറങ്ങിയത്. എന്നാൽ മൂന്നാം ഓവറിൽ 22 റൺസിൽ നിൽക്കെ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി. 10 ബോളിൽ 10 റൺസ് നേടി ജയ്സ്വാൾ മടങ്ങുകയായിരുന്നു. ഇംഗ്ലണ്ട് ടീമിലേക്ക് തിരിച്ചെത്തിയ മാർക്വുഡിന് ആണ് വിക്കറ്റ് ലഭിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ 5-ാം ഓവറിൽ ഇന്ത്യക്ക് ഗില്ലിനെയും നഷ്ടമായി. 9 ബോൾ നേരിട്ട താരം വെറും 0 റൺസ് നേടിയാണ് പുറത്തായത്. രാജ്കോട്ടിലും ഗില്ലിന്റെ മോശം ഫോം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വെറും 9 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഇന്ത്യക്ക് 3-ാം വിക്കറ്റും നഷ്ടമായി. കഴിഞ്ഞ മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ച രജപാട്ടിദാർ ടോം ഹാർഡ്ലിയുടെ പന്തിൽ ഡക്കറ്റീൻ ക്യാച്ച് നൽകിയാണ് താരം പുറത്തായത്. 15 പന്തിൽ വെറും 5 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ 33-3. എന്നാൽ 5-ാം നമ്പരിൽ എത്തിയ ജഡേജയും രോഹിത്തും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. 25 ഓവറിൽ ഇന്ത്യ 100 റൺസ് കടന്നു. പിന്നീട് ഇരുവരും ബാറ്റിംഗിൽ താളം കണ്ടെത്തിയതോടെ പിന്നെ ഇന്ത്യ അടിച്ചു കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രോഹിത്തിന്റെ ഒരു വെടിക്കെട്ട് ആണ് രാജ്കോട്ടിൽ ഇന്ന് പിറന്നത്. രോഹിത്തും ജഡേജയും ചേർന്ന് ഇംഗ്ലണ്ട് ബൗളർമാരെ പഞ്ഞിക്കിട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. സിക്സറുകളും ഫോറുകളും കൊണ്ട് രോഹിത്ത് ഇംഗ്ലണ്ട് ബൗളർമാരെ അമ്മാനമാടി. തുടർന്ന് ഇരുവരുടെയും കൂട്ടുകെട്ട് 200 കടന്നു. രോഹിത് വെറും 170 പന്തിൽ ആണ് തന്റെ സെഞ്ചുറി ഇന്ന് പൂർത്തിയാക്കിയത്. എന്നാൽ 63-ാം ഓവറിൽ ഇന്ത്യക്ക് ക്യാപ്റ്റൻ രോഹിത്തിനെ നഷ്ടമായി. 196 പന്തിൽ 14 ഫോറും 3 സിക്സും ഉൾപ്പെടെ 131 റൺസ് ആണ് താരം ഇന്ന് അടിച്ചുകൂട്ടിയത്. മറുവശത്ത് ജഡേജ രോഹിത്തിന് മികച്ച പിന്തുണ നൽകി മികച്ച കളി കാഴ്ചവെച്ചു. ഇന്ന് അരങ്ങേറ്റം കുറിച്ച സർഫറാസ് ഖാനും ഇന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. എന്നാൽ തേർഡ് സെഷന്റെ അവസാന നിമിഷം ജഡേജ 195 പന്തിൽ തന്റെ സെഞ്ചുറി നേടി ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു. ഇന്ത്യ ഇന്ന് ആദ്യം ഒന്ന് പതറി എങ്കിലും ഇന്ത്യക്കായി മികച്ച പ്രകടനമാണ് രോഹിത്തും ജഡേയും ഇന്ന് കാഴ്ചവെച്ചത്. സർഫറാസ് ഖാനും നന്നായി തന്നെ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 310 റൺസിലധികം നേടിയിട്ടുണ്ട്. ഇനിയും 6 വിക്കറ്റ് കയ്യിലുള്ള ഇന്ത്യ റെക്കോർഡ് ടാർഗറ്റ് നേടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.